ഹേയ്, സോനയാണ്. ടീം MJMലെ മെന്ററാണ്. നമുക്കൊന്ന് ചെറിയൊരു സ്റ്റോറി നോക്കാം. ഒരു രാജാവ്, അത് ഭയങ്കര ദയാശീലനാണ്. എല്ലാവർക്കും എല്ലാം കൊടുക്കണം, എല്ലാവരുടെയും ദുഃഖങ്ങളൊക്കെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ഒരിക്കലും അദ്ദേഹം ഒരു കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് കാട്ടിലൊരു പറ്റും ആളുകളെ അദ്ദേഹം കാണാനിടയിൽ. അവർ ഭയങ്കര ദാരിദ്ര്യത്തിലൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രിയെ വിളിച്ചിട്ട് ചോദിച്ചു, നമുക്ക് എങ്ങനെയാണ് ഇവരെ സഹായിക്കാൻ കഴിയാന്നുള്ളത്. അപ്പൊ മന്ത്രി പറഞ്ഞു കൊടുത്തു അവർക്ക് ഭക്ഷണത്തിനാണ് ബുദ്ധിമുട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് ഭടന്മാരെ അയച്ച ഒരുപാട് ഭക്ഷണ സാധനങ്ങളും മറ്റാവശ്യമായ കാര്യങ്ങളും എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു. അവർക്കത് വളരെ അധികം സന്തോഷമായി. അവർ രാജാവിനോട് നന്ദി പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കഴിയും തോറും ഈ രാജാവിന്റെ അണ്ടറിലുള്ള സ്ഥലങ്ങളിലൊക്കെ ദാരിദ്ര്യം ഇല്ലാണ്ടാവാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാവരും ഈ രാജാവിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വേദന വരികയും അദ്ദേഹം ആ കാട്ടിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഭടന്മാരോ മറ്റാരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു കാട്ടിലേക്ക് സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ആ സമയത്ത് അദ്ദേഹം പണ്ട് രക്ഷിച്ചിരുന്ന ആ കാട്ടിലെ പാവപ്പെട്ട മനുഷ്യരിൽ ഒരു ചെറിയ കുട്ടി ഇത് കാണുകയും ആ കുട്ടി അവരോട് പോയി പറയുകയും അവർ വന്ന് നമ്മുടെ രാജാവിനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ രാജാവ് എല്ലാവരെയും സഹായിച്ചത് തനിക്ക് എന്തെങ്കിലും പ്രതിഫലം അവർ തിരിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ആർക്ക് എന്തൊരു ഹെൽപ്പ് ചെയ്യുന്ന സമയത്തും ഡെഫിനറ്റ്ലി ഒരു റിട്ടേൺ നമുക്കുണ്ടാവും. മേ ബി നമ്മളത് ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കും. സോ നമ്മൾ ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അൺകണ്ടീഷണൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യുക. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിട്ടേൺ നമുക്ക് ഭയങ്കര ഇമ്പാക്ട് ആയിരിക്കും, നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. So hope you understand. Thank you.